ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡിന്നർ വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊട്ടറ്റോ ബാജി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി 2ആയിട്ട് ഇങ്ങനെ പകുത്തിട്ട് അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുക്കറിൽ കിടന്ന് വെന്തോളും. ഇനി കുറച്ച് സവാള ചേർത്ത് കൊടുക്കുക. സവാളയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചത്. ഇതിപ്പോൾ പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ് ഒരു പീസ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരുപാട് പൗഡറൊന്നും യൂസ് ചെയ്യുന്നില്ല. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്ത്. ഇനി നമ്മളിതിലേക്ക് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പൊട്ടറ്റോ, പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കളർ ചേഞ്ച് ആയി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഒരുപാട് ചെറിയ പീസാക്കണ്ട കേട്ടോ. എന്തായാലും കുക്കറിൽ കിടന്ന് വേകാനുള്ളതല്ലേ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അതിൻ്റെ ആ വെള്ളം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം കേട്ടോ. അപ്പോഴേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ വെജിറ്റബിൾസിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ബാജിയൊക്കെ ചെയ്യുന്ന സമയത്ത് പൊട്ടറ്റോ കുക്കറിൽ കിടന്ന് നന്നായി വെന്ത് വന്നാലും അതിൻ്റെ ആ ഒരു നല്ലൊരു ബൈൻഡിങ് കിട്ടണമെങ്കിൽ ഇതുപോലെ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം എന്തായാലും വേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ പൊട്ടറ്റോയുടെ പീസൊക്കെ ഒന്ന് മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതുപോലെ പൊട്ടറ്റോ വേവിക്കുന്ന സമയത്ത് 1-2 വിസിലിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാതെ ഒരു വിസിലങ്ങ് പോയിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് സിമ്മിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് അടങ്ങി കിടന്ന് വേകണം. അപ്പോഴാണ് നന്നായിട്ട് അതൊന്ന് റെഡിയായി വരുള്ളൂ. അപ്പോൾ അത് റെഡിയാവുന്ന സമയത്ത് നമുക്ക് പൂരിക്ക് വേണ്ടിയിട്ട് ഒരു 3 കപ്പ് പൊടിക്ക് 1/4 കപ്പ് മൈദപ്പൊടിയും 2 ടേബിൾ സ്പൂൺ റവ. ഇപ്പോൾ എനിക്കെല്ലാം ഒരു കൈക്കണക്കായതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കുറച്ച് പെപ്പറും കൂടി ചേർത്തിട്ടുണ്ട്, പെപ്പറിൻ്റെ പൗഡർ. അപ്പോൾ ഇന്ന് പെപ്പർ പൂരിയാണ് ഞാൻ റെഡിയാക്കണം കേട്ടോ. ഇനി ഇതുപോലെ ഒരു വിസ്ക് വെച്ച് നമ്മൾ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ചേർത്തതെല്ലാം എല്ലാ ഭാഗത്തേക്കും ആയിട്ട് വരും. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല ടൈറ്റ് മാവാക്കി കുഴച്ചെടുക്കണം കേട്ടോ. അതൊന്ന് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സവോള നീളത്തിൽ കട്ട് ചെയ്തതും ചെറിയ പീസ് ഇഞ്ചി, ക്യാരറ്റ്, കറിവേപ്പില, പിന്നെ ചതച്ച മുളക് ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ചേർത്തിട്ടില്ല. ഒരു ചെറിയ സ്നാക്ക് കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക, പിന്നെ മല്ലി, അതായത് മുഴുവനായിട്ടുള്ള മല്ലി ഒന്ന് ചതച്ചെടുത്തതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നല്ലൊരു ഉള്ളി പക്കോട ഇല്ലേ, ഒണിയൻ പക്കോടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഒരുപാട് മാവൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നത് പോലത്തുള്ള റെസിപ്പിയല്ല ഇത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഉള്ളി ഇതുപോലെ ആദ്യം ഞെരടി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നല്ല വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ കുടഞ്ഞ് ഈ സവാളയിലും ക്യാരറ്റിലും ഒക്കെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ മാവ് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. ഇപ്പോൾ എല്ലാം നല്ല പൗഡർ ലുക്കിൽ ഇപ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ സവാള നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം കടലപ്പൊടി. ഇതിന് കറക്റ്റ് ഒരു മെഷർമെൻ്റ് ഒന്നും പറയാത്തത്. നമ്മൾ എടുക്കുന്ന ഉള്ളിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അളവ് പറയാത്തത്. ഇനി ഈ കടലപ്പൊടി കൂടി ചേർത്ത് ഇതുപോലെ തന്നെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്നിങ്ങനെ കുടഞ്ഞെടുക്കാനേ പാടുള്ളൂ. കൈ വെച്ച് ഒരുപാട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൊടി ഉള്ളിലെ വെള്ളത്തിലേക്ക് ചേർന്നിട്ട് ഇങ്ങനെ കട്ട പിടിക്കും കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മളിതുപോലെ വെള്ളം ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതി കേട്ടോ. കുറച്ചായിട്ട് ഇതുപോലെ കുടഞ്ഞ്
അതായത് നമ്മൾ ചേർത്ത പൗഡർ ആ സവാളയിലേക്ക് ഒന്ന് ജസ്റ്റ് പിടിച്ച് കിട്ടിയാൽ മതി. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. അതെ, ഇത്രയും മതി. പൊടി വളരെ കുറച്ച് മതി. സവാള തന്നെ ആയിരിക്കണം കൂടുതൽ വേണ്ടത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓയിലൊഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്കിങ്ങനെ കൈ വെച്ച് തന്നെ കണ്ടോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് കാണിച്ച് വെച്ച് കൊടുത്താൽ മതി. ബോളാക്കി പ്രസ് ചെയ്യുകയൊന്നും വേണ്ട കേട്ടോ. ഇതിൽ പൊടിയുള്ളത് കൊണ്ട് തന്നെ ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് ഇത് നന്നായിട്ട് ഒരു നല്ല ബൈൻഡിങ്ങിൽ വന്നോളും. പിന്നെ ഓയിലിട്ട് പെട്ടെന്നൊന്നും തിരിച്ചു മറിച്ചിടാതെ ഒന്ന് റെഡി ആയതിന് ശേഷം മാത്രം തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ റെഡിയാക്കാം കേട്ടോ. കാരണം ഇതിലിങ്ങനെ ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ആവശ്യമില്ലല്ലോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഓണിയൻ പക്കോടയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആയിട്ട്. ഇപ്പോൾ വൈകിട്ടൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ രാത്രി വരെ നല്ല ക്രിസ്പി ആയിട്ടിരുന്നോളും. കുട്ടികളുടെ മക്കളുടെ ഫ്രണ്ട്സൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഓടിപ്പോയി ഒന്നുമില്ലെങ്കിലും പെട്ടെന്ന് ചെയ്തെടുക്കുന്ന റെസിപ്പിയാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഫസ്റ്റ് ബാച്ച് നന്നായി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇങ്ങനെ നുള്ളി ഒരുപാട് തിക്കി കൂട്ടിയിടാതെ കുറച്ചായിട്ട് റെഡിയാക്കി എടുക്കാം. നമ്മൾ സാധാരണ ചായക്കടകളിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ഉള്ള ഉള്ളി വടയല്ല കേട്ടോ. അതിൽ മാവ് കൂടുതലായിട്ട് അങ്ങനെ ചെയ്തെടുക്കുമല്ലോ. ഇതതുപോലെയല്ല, ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കണ്ടോ. അപ്പോൾ ക്യാരറ്റും ചെറിയ പീസ് ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ പക്കോട ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല കറുമുറ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് വീഡിയോയിൽ അങ്ങനെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ പൊട്ടറ്റോ കറിയും കണ്ടല്ലോ നല്ല ബൈൻഡിങ്ങോടുകൂടി നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും സെറ്റാണ്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് ഓരോന്ന് പരത്തിയിടാം. ഒരുപാട് തിന്നാക്കേണ്ട ആവശ്യമില്ല. പിന്നെ പൂരി ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് കമ്പൽസറി ആയിട്ടും ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് പൊള്ളിച്ച് വരാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഞാനൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൂരി പൊട്ടിപ്പോകും. അപ്പോൾ പിന്നെ കുമ്പളയായിട്ട് വരില്ല കേട്ടോ. അതുപോലെ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടായിരിക്കണം. നല്ല ചൂട് കട്ടിയുള്ള ചട്ടിയായിരിക്കണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പൂരി നല്ല പെർഫെക്റ്റായിട്ട് വരുള്ളൂ. ഓയിലിൻ്റെ ചൂടൊട്ടും തന്നെ കുറഞ്ഞു പോകാതിരിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പൂരിയുടെ റെസിപ്പിയാണ്. കുറേ നേരം ഇതിങ്ങനെ തന്നെ നല്ല പൊള്ളച്ചിരുന്നോളൂ. നമ്മൾ ഇത്തിരി റവയും ഒക്കെ ചേർത്തിട്ടാണല്ലോ ചെയ്തത്. അങ്ങനെ ഓരോന്നായിട്ട് പൂരിയും റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സെർവ് ചെയ്യണതൊന്നും കാണിക്കുന്നില്ല. ഇതിപ്പോൾ പൂരിയൊക്കെ ആകുമ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് എല്ലാവരും ക്യൂ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ പൊട്ടറ്റോ ബാജി, പൂരി, അതുപോലെ നമ്മുടെ ചെറിയൊരു സ്നാക്ക് ഓണിയൻ പക്കോട ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.